എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. നടന്ന സംഭവം സിനിമയായ നവ്യയുടെ ഒരുത്തി. എന്താണ് നടന്ന സംഭവം? വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത 2022 ഇന്ത്യൻ മലയാളം ഭാഷ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഒരുത്തി. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കെ.വി. അബ്ദുൾ നാസർ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് എസ്. സുരേഷ് ബാബുവാണ്. 10 വർഷത്തിന് ശേഷം മലയാള സിനിമയിലേക്കുള്ള നവ്യയുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രത്തിൽ വിനായകൻ, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു ചിത്രം. സൗമ്യ എന്ന പെൺകുട്ടി കരുനാഗപ്പള്ളിയിൽ ഒരു കടയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം തൻ്റെ ജോലിയൊക്കെ തീർത്ത് വൈകുന്നേരത്തോടെ സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് സൗമ്യ പണയം വെച്ചിരുന്ന അമ്മയുടെ 3.5 പവൻ്റെ മാല അന്ന് തിരിച്ചെടുത്തിരുന്നു. അമ്മ തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അതെടുത്തത്. അത് സൗമ്യയുടെ കഴുത്തിൽ കിടന്നിരുന്നു. സ്കൂട്ടറിൽ വളരെ സാവധാനത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറകിൽ ബൈക്കിൽ വന്ന യുവാക്കൾ സൗമ്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ മാല പൊട്ടിച്ചെടുത്ത് കുതിച്ചത്. വളവുകളും ഹമ്പുകളും നിറഞ്ഞ റോഡാണ്. പക്ഷെ സൗമ്യ വിട്ടില്ല. അവർക്ക് പിന്നാലെ വേഗത്തിൽ വച്ചു പിടിച്ചു. സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ചേസിങ് സീനായിരുന്നു അത്. പിറകിൽ വരുന്ന സ്ത്രീയെ കണ്ട് കള്ളന്മാരും ഒന്ന് ഞെട്ടി. അവർ വേഗത കൂട്ടി. ഒടുവിൽ കല്ലുകടവിനടുത്ത് വെച്ച് ബൈക്കിൻ്റെ മുൻവശത്ത് സൗമ്യ സ്കൂട്ടർ ഇടിപ്പിച്ചു. ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് സൗമ്യ തെറിച്ചു വീണു. കള്ളന്മാരും വീണു. നാട്ടുകാരും ഓടിയെത്തി. അവരുടെ സഹായത്തോടെ കള്ളന്മാരിൽ ഒരാളെ അപ്പോൾ തന്നെ പിടികൂടി. പക്ഷെ മാല അയാളുടെ കയ്യിൽ അല്ല ഉണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. പെട്ടെന്ന് തന്നെ രണ്ടാമനെ കണ്ടെത്തി മാല സൗമ്യയ്ക്ക് തിരികെ ലഭിച്ചു. 2018 നടന്ന ഈ റിയൽ ഇൻസിഡൻറ്റിനെ അടിസ്ഥാനമാക്കി 2022 എസ്. സുരേഷ് ബാബുവിൻ്റെ തിരക്കഥയിൽ വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത സിനിമയാണ് ഒരുത്തി. അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന ഈ സിനിമയിൽ നവ്യയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു പ്രധാന ഹൈലൈറ്റ്. സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന ചിത്രം എന്നതിലുപരി ഒരുത്തി വലിയൊരു സാമൂഹിക വിഷയം കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്കായി തുറന്നു വെക്കുന്നു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടിവി സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.